അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാട്ട്, ഭാഷ, സംസ്കൃതം, യോഗ അങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ ചില ടീച്ചർമാരുടെ അടുത്തും പോയി പഠിക്കേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ മണികൃഷ്ണസ്വാമി ടീച്ചർ, ഡോക്ടർ വേദവല്ലി ടീച്ചർ, പശുപതി സാറ്, അങ്ങനെ അവിടെ വേറെ ഗുരുക്കന്മാരായി. പിന്നെ യോഗ പഠിപ്പിക്കാൻ ഗായത്രി ടീച്ചർ, അതിൻ്റെ കൂടെ തന്നെ യോഗ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ പല ഗുരുക്കന്മാരുണ്ടായിരുന്നു. അതെ. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും മിക്ക ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. ഗുരുമുഖത്ത് എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഓൺലൈനിൽ പഠിക്കുന്നവരുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്നത് തന്നെയാണ്. ആ ഒരു ഗുരുവിൻ്റെ തേജസ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം, ഒരു പ്രഭ ശിഷ്യനിലേക്ക് പകർന്ന് നൽകുന്ന ഒരു ഇതാണത്. പഠിക്കുമ്പോൾ അതും കൂടി ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ ഓൺലൈനിൽ നമുക്ക് അത് കിട്ടുന്നില്ല. ഗുരുവിൻ്റെ സാമീപ്യം ഇല്ലല്ലോ, ദൂരെയല്ലേ. അതെ അതെ. അത് മാത്രമല്ല സൗണ്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അത് കറക്റ്റായിട്ട് പിച്ച്. അതെ 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 അതെ. അപ്പോൾ എപ്പോഴും ഗുരുമുഖത്തുനിന്ന് ഡയറക്റ്റായിട്ട് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്.